ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം എങ്ങനെ ഫസ്റ്റ് ഓണല്ലേ? അടിച്ചു പൊളിച്ചാ? അതെ, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഓണമായിരുന്നു. എന്തായാലും ഉഷാറായിട്ട് ഫാമിലിയോടൊപ്പം തന്നെ ആഘോഷിച്ച് തിമിർത്തെന്ന് പറയാം. അല്ല, വീടിന്റെ ഓണം ഉണ്ടായിരുന്നു. ഞാനിപ്രാവശ്യം എവിടെയും പോയിട്ടൊന്നുമില്ല. ഞങ്ങളാരും വിളിച്ചില്ലേ? അയ്യോ. അപ്പം എന്തായാലും നമ്മളൊക്കെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 10 ദിവസം എന്ന് പറഞ്ഞാല് ഓണം എക്സാം കഴിഞ്ഞ് 10 ദിവസം എന്ന് പറഞ്ഞാൽ ആഘോഷം, സ്കൂളുകളിലെ ആഘോഷം, നാട്ടിലെ ആഘോഷം, ഒരു വൈബ് ഓണം തന്നെയായിരുന്നു ഇത്തവണത്തെ 10 ദിവസം എന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഓണാഘോഷം നല്ല രസത്തിൽ അടിച്ചു പൊളിച്ചു. അതെ. അപ്പൊ അവര് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. പിന്നെ നമുക്കറിയാം ഇനി അങ്ങോട്ട് ആഘോഷങ്ങൾ തന്നെയാണ്. ആഘോഷങ്ങൾ പെരുമഴക്കാലാണ്. ഇനി നിങ്ങൾക്ക് സയൻസ് ഫെയർസ് വരാനുണ്ട്, അതായത് വർക്ക് എക്സ്പീരിയൻസ് ഫെയർ വരാനുണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക കലാമേളകൾ വരാനുണ്ട്, സ്പോർട്സ് വരാനുണ്ട്. ഇങ്ങനെ എല്ലാത്തിന്റെയും യൂത്ത് ഫെസ്റ്റിവൽസ്, ഇങ്ങനെ എല്ലാത്തിന്റെയും ഒരു മേളപ്പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോകുന്ന സ്കൂളിൽ. അപ്പൊ സത്യം പറഞ്ഞാല് ഓണം കഴിഞ്ഞു, അപ്പൊ ഇനിയും ആഘോഷങ്ങൾ തന്നെയാണ്. സോ സമാഷ് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ സ്കൂളിൽ ഫെസ്റ്റിവൽസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പല കുട്ടികൾക്കും ക്ലാസ് ഉണ്ടാവില്ല. കാരണം പല ടീച്ചേഴ്സും ഇതിന് എക്സാം ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പല ടീച്ചേഴ്സും ചുറ്റും സ്വാഭാവികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മക്കൾക്ക് പല ക്ലാസ്സും മിസ്സാവാൻ ചാൻസ് ഭയങ്കര ഹൈ ആണ്. മാത്രമല്ല ഇവരെ കൂട്ടത്തിൽ ചില ആളുകൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക ഡാൻസിൽ ഇപ്പോൾ ഒരു കുട്ടീനെന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ടും ആ കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടി പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒക്കെ മിസ്സാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം ഈ ഒരു ഫെസ്റ്റിവൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുണ്ടായിരിക്കും, ആർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. സോ ഇവർക്കൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ മിസ് ചെയ്യാൻ ഒരു ചാൻസ് കൂടുതലാണ്. അപ്പം ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും എല്ലാ സബ്ജക്റ്റുകളെയും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 90% ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകണം. വലിയ ചാപ്റ്റേഴ്സ് ആണ് ഈ നമ്മൾ അങ്ങോട്ട് കവർ ചെയ്യാനുള്ളത്. സോ ഈ പറയുന്ന ഫെസ്റ്റിവൽ സീസണിലും നമ്മുടെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പതുക്കെ അതിന്റെ കൂടെ തന്നെ മൂവ് ചെയ്ത് പോകുന്നതാണ്. തീർച്ചയായിട്ടും അല്ലേ. പിന്നെ മാഷെ ഇപ്പോൾ അക്കൗണ്ടൻസിന്റെ കേസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ തുടങ്ങാം. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ അക്കൗണ്ട്സിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1-2 ചാപ്റ്റേഴ്സ് അല്ല പ്ലസ് 1 ആണെങ്കിൽ 1-2-3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഇനി അങ്ങോട്ടേക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ടോപ്പിക്സും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾ ഫെസ്റ്റിവൽസിനും പോകുമ്പോൾ ടോപ്പിക്സ് ഈ വൈക്ക് ഓക്കെ, നമ്മൾ മറ്റേ റീൽസിൽ കണ്ട മാതിരിയായിരിക്കും. ഒരു വൈക്ക് സ്റ്റഡീസ്, മറ്റേ വൈക്ക് ഫെസ്റ്റിവൽസ്, രണ്ട് അവതാളത്തിലാവാൻ ചാൻസ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മക്കളെ ഇനി ഓണം എക്സാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഓണം എക്സാം സ്കൂളുകൾ നടത്തിയുള്ള ഓണം എക്സാം ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത്. പക്ഷേ ക്രിസ്മസ് എക്സാം അങ്ങനെ ആയിരിക്കില്ല. അതായത് കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും ഈ വരുന്ന ക്രിസ്മസ് എക്സാം നിങ്ങൾ എഴുതേണ്ടിരിക്കുക. സോ സാധാരണ ഇതിലൊരു കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കുക ഓണം എക്സാം വളരെ സിമ്പിളായി, അപ്പോൾ ക്രിസ്മസ് എക്സാം വളരെ സിമ്പിളായി, മോഡൽ എക്സാം സിമ്പിളായി, പണി കിട്ടാൻ വേണ്ടി പോവുക, ഫൈനൽ എക്സാം ആയിരിക്കും. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ +2 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കാരണം അക്കൗണ്ട്സിന്റെയും ബിസിനസ് സ്റ്റഡീസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചു. അപ്പോൾ കുട്ടികൾക്ക് മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം കുട്ടി എക്സ്പെക്ട് ചെയ്യാണ് ഈ രീതിയിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും A+ കിട്ടും അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് എത്താം എന്നുള്ള കാര്യമാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ. സോ അവരെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഉറപ്പായിട്ട് അവർക്ക് A+ലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം തന്നെയാണ് അവർ ബുദ്ധിമുട്ടാണ്. പക്ഷേ പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം +1 പഠിക്കുന്ന കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നല്ല വ്യത്യാസമായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ജസ്റ്റ് ഒരു സൂചന തന്നിരുന്നു, ചിലപ്പോൾ മാറിയേക്കാം. ഒരു റിപ്പോർട്ട് തന്നെ വന്നു. എക്സാക്ട്ലി 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ആയിട്ട് ചോദിക്കാം, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കുറയാം. അപ്പൊ നമുക്ക് അറിയില്ല എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ള കാര്യം. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ 100% ഷുവർ ആണ്, എന്തായാലും പാറ്റേൺ മാറും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച രൂപത്തിലായിരിക്കും ചിലപ്പോൾ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ മക്കളെ കേസിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരു വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് സേവ് ചെയ്യാം? തീർച്ചയായിട്ടും കുട്ടികളുണ്ടല്ലോ. തീർച്ചയായിട്ടും മക്കളെ, ഇതൊരു പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വീഡിയോ ഒന്നല്ല. നിങ്ങൾ ഇനി നാളെ മുതൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആഘോഷങ്ങളൊക്കെ ആവാം, തീർച്ചയായിട്ടും ആഘോഷങ്ങളൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ മിസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവ ബാച്ച് തന്നെയാണ്. സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ട്യൂഷൻ ബാച്ചാണ്, ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് യുവ ബാച്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കറിയാം ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. തീർച്ചയായിട്ടും കോഴിക്കോട് നമ്മളുടെ ഓഫ്ലൈൻ ബാച്ച് +1 +2 കുട്ടികൾക്ക് ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിലേക്കൊക്കെ വരിക. അപ്പം ഇനി അങ്ങോട്ട് നിങ്ങൾ ആഘോഷങ്ങളുടെ കൂടെ തന്നെ നമ്മളെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് A+കളുടെ എണ്ണമല്ല വലുത്, തീർച്ചയായിട്ടും മാർക്കുകൾ തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് 1-2 മാർക്കുകൾക്ക് നിങ്ങൾക്ക് സീറ്റ് കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു വിഷമം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പല കുട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷമം നിങ്ങളിലേക്ക് ഉണ്ടാവരുത് തീർച്ചയായിട്ടും. പക്ഷേ ഇനി അങ്ങോട്ട് ഇവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പാതയുടെ പോകണം. ഇപ്പോൾ സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല, സീരിയസ്ലി പറഞ്ഞു തന്നെയാണ്. അതായത് നമുക്കൊരു ആകെ 6 വിഷയമേ പഠിക്കാനുള്ളൂ. 10th നമുക്ക് എല്ലാവർക്കും 10 സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ 6 സബ്ജക്ട്സ് മാത്രം നമ്മുടെ മുമ്പിലേക്കുള്ളൂ. ബട്ട് ഈ 6 സബ്ജക്റ്റും
വളരെ ഡീപ്പസ്റ്റ് ലെവൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സബ്ജക്ട്സുകളാണ്. കാരണം ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ ഇതിനെല്ലാം ബേസ് ഇരിക്കുന്നത് +1 +2 മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. സോ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ കൊമേഴ്സിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ പിള്ളേരും ഭയങ്കര സിമ്പിൾ ആണെന്ന്, ലാസ്റ്റ് മിനിറ്റ് പഠിച്ചാൽ മതി. ആ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ എല്ലാ കുട്ടികളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പല കുട്ടികൾക്കും ടഫായിട്ട് മാറുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിൽ പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ നമുക്കൊരു വ്യക്തമായിട്ടൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ അണ്ടർ നമ്മൾ വർക്ക് ചെയ്താൽ പെർഫെക്റ്റ്. എന്നാൽ ആ സിസ്റ്റം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിലോ, നമ്മുടെ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കിട്ടാത്തൊരു സാഹചര്യത്തിലാണെങ്കിലോ അവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറാണ്. അത് മറക്കരുത് പിള്ളേരെ. എക്സാക്ട്ലി. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ നിങ്ങളൊന്ന് സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ യുവ ബാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിനും ഡീപ്പസ്റ്റ് ലെവൽ ക്ലാസ്സുകളുണ്ട്. പിന്നെ അതിന്റെ റിവിഷൻസ് ഉണ്ട്, അതിന്റെ PYQs ഉണ്ട്, അതിന്റെ എക്സാമിനേഷൻസ് ഉണ്ട്, എല്ലാം കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, റെക്കോർഡ് ലൈവ് ആയിട്ട് അവിടെ കിടക്കുന്നതാണ്. എക്സാക്ട്ലി. അപ്പോൾ ഏത് സമയത്താണ് ഫ്രീ ആണുള്ളത് ആ സമയത്ത് കണ്ടാൽ മതി. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ കാണാനും നമ്മുടെ ആ സിസ്റ്റത്തിനനുസരിച്ച്, അതായത് ബി ദ ഫ്ലോ, നമ്മൾ ഒഴുക്കിന് സമാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അതർവൈസ് സ്കൂളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഐ ഡോ നോ, ചില സ്കൂളുകൾ നന്നായി ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഫെസ്റ്റിവൽ സീസൺസ് വരുന്നതിനെ കൊണ്ടുള്ള പ്രശ്നമാണ്, ഭയങ്കര റഷ് ആയിരിക്കും ക്ലാസ്സുകളൊക്കെ തന്നെ. അപ്പോൾ മക്കളെ എന്തായാലും നാളെ മുതൽ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.